നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സബ്മിഷൻ തിയറിയാണ്. ഈ തിയറി മുന്നോട്ട് കൊണ്ടുവന്നത് ഡേവിഡ് പോൾ ഒസുബലാണ്. ഈ തിയറിയുടെ മറ്റ് പേര് റിസപ്ഷൻ ലേണിംഗ് തിയറി, മീനിങ് വെർബൽ ലേണിംഗ് തിയറി എന്നതാണ്. അപ്പോൾ ഈ തിയറിയിൽ ബേസിക് ആയിട്ട് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഒരു വ്യക്തിയുടെ വൈജ്ഞാനിക ഘടനയിലേക്ക് പഠനത്തിലൂടെ പുതിയ അറിവിനെ കൂട്ടിച്ചേർക്കുന്നു. ഈ കൂട്ടിച്ചേർക്കപ്പെടൽ ആഴത്തിലായിരിക്കണം. ആഴത്തിലായാൽ മാത്രമേ ആ കൂട്ടിച്ചേർക്കപ്പെടുന്ന അറിവുകൾ കൂടുതൽ കാലം ആ വ്യക്തിയുടെ ഓർമ്മയിൽ നിലനിൽക്കൂ എന്നതാണെന്ത് ഈ തിയറിയിൽ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സിസ്റ്റിംഗ് കൊഗ്നിറ്റീവ് സ്ട്രക്ചർ ഇല്ലേ, ആ കൊഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് എന്താണ് ഒരു ന്യൂ നോളജിനെ നമ്മൾ അറ്റാച്ച് ചെയ്യുകയാണ് എങ്കിൽ എന്താണ് ആ ഒരു നോളജ് ലോങ് മെമ്മറിയാണ്, എന്ന് വെച്ചാൽ കൂടുതൽ കാലം നമ്മുടെ ഓർമ്മയിൽ നിലനിൽക്കും എന്നതാണ് ഈ തിയറി പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ തിയറിയിൽ ലേണിങ്ങിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. മീനിങ് വെർബൽ ലേണിങ്ങും റോഡ് ലേണിങ്ങും. മീനിങ് വെർബൽ ലേണിംഗ് എന്ന് പറയുമ്പം ഒരു കോൺസെപ്റ്റിനെ അടിസ്ഥാനപരമാക്കി തന്നെ മനസ്സിലാക്കി പഠിക്കുന്ന രീതിയാണ് മീനിങ് വെർബൽ ലേണിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ പഠിക്കുന്ന കാര്യം എന്താണ്, കൂടുതൽ കാലം ഓർമ്മയിൽ നിലനിൽക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു പഠന രീതിക്കാണ് നമ്മുടെ സബ്മിഷൻ ലേണിംഗ് തിയറിയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്. രണ്ടാമത്തെ മെത്തേഡ് റോഡ് ലേണിംഗ് ആണ്. റോഡ് ലേണിംഗ് എന്ന് ഒരാശയത്തെ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത രീതിയിൽ പഠിക്കുന്ന ഒരു മെത്തേഡാണ് റോഡ് ലേണിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമുക്ക് മനപ്പാഠം പഠിക്കുക, അല്ലെങ്കിൽ നമ്മൾ വെറുതെ വായിച്ചൊക്കെ വിടത്തില്ലേ, അപ്പോൾ അതൊക്കെ എന്താണ് ഈ റോഡ് ലേണിങ്ങിന് ഒരു എക്സാമ്പിളാണ്. അതിനുശേഷം ഈ സബ്മിഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ വൈജ്ഞാനിക ഘടനയിലേക്ക് ന്യൂ നോളജിനെ കൂട്ടിച്ചേർക്കുന്ന ആ ഒരു കൂട്ടിച്ചേർക്കുന്നതിനെയാണ് നമ്മൾ സബ്മിഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം, സബ്മിഷൻ എന്ന് പറയുന്നത് എത്ര തരമുണ്ട്? 4 തരമുണ്ട്. ഒന്നാമത്തെ ഡെറിവേറ്റീവ് സബ്മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിയിൽ നിലനിൽക്കുന്ന അറിവിനെയും ഒരു കുട്ടിയുടെ പ്രീവിയസ് നോളജിനെയും ന്യൂ നോളജിനെയും തമ്മിൽ കൂട്ടിച്ചേർക്കുന്ന രീതിയാണെന്ത്, കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു പഠന രീതിയാണെന്ത് ഡെറിവേറ്റീവ് സബ്മിഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കോറിലേറ്റീവ് സബ്മിഷൻ ആണ്. ഇതെന്ന് പറയുന്നത് ഒരു പൊതുവായിട്ടുള്ള ഒരു അറിവിൽ നിന്നും പ്രത്യേകതയുള്ള ഒരു അറിവിനെ കൂട്ടിച്ചേർക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പക്ഷികൾ എന്ന് പറയുമ്പോൾ പൊതുവായിട്ടുള്ള ഒരു അറിവാണ്. അപ്പോൾ ആ പക്ഷികളിൽ നിന്ന് നമുക്കൊരു ഒട്ടക പക്ഷി എടുക്കുവാണ് എന്ന് പറയുമ്പോൾ എന്താണ്, പക്ഷികളുടെ കൂട്ടത്തിൽ വരുന്ന ഒന്നാണ് ഒട്ടക പക്ഷി എന്ന് പറയുന്നത്. അതിനെന്താണ് അതിൻ്റെതായിട്ടുള്ളൊരു പ്രത്യേകത ഉണ്ട്. മൂന്നാമത്തത് സൂപ്പർ ഓർഡിനേറ്റീവ് ലേണിംഗ്. ഇതെന്ന് പറയുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും പൊതുവായ ഒരു അറിവിലേക്ക് അല്ലെങ്കിൽ പൊതുവായ ഒരു അറിവിനെ രൂപപ്പെടുത്തുന്നതാണ്. പ്രത്യേകതയുള്ള കാര്യങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ പ്രത്യേകതയുള്ള അറിവുകളെ കൂട്ടിച്ചേർത്ത് പൊതുവായിട്ടുള്ള ഒരു അറിവിനെ രൂപീകരിക്കുന്നതാണ് സൂപ്പർ ഓർഡിനേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. നാലാമത്തത് കോമ്പിനേഷണൽ ലേണിംഗ് ആണ്. താരതമ്യം ചെയ്യലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപോലെ തോന്നിക്കും എന്നാൽ വ്യത്യസ്തതയുള്ള അല്ലെങ്കിൽ വ്യത്യസ്തതയാർന്ന അറിവുകളെ പരസ്പരം താരതമ്യം ചെയ്തുകൊണ്ട് പഠിക്കുന്ന രീതിയാണെന്ത് കോമ്പിനേഷണൽ ലേണിംഗ് എന്ന് പറയുന്നത്. അടുത്ത സബ്മിഷൻ തിയറിയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഇവിടെ നമ്മൾ എന്താണ് ഇത്തരത്തിൽ ലേണിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ടൊരു ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ ടൂളിൻ്റെ പേരാണ് അഡ്വാൻസ് ഓർഗനൈസർ. ഒരു കുട്ടിയുടെ വൈജ്ഞാനിക ഘടനയിലേക്ക് ന്യൂ നോളജിനെ വളരെ ഡീപ്പായിട്ട് കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണെന്ത് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത്. അഡ്വാൻസ് ഓർഗനൈസർ തന്നെ 4 തരമുണ്ട്. ഒന്ന് കമ്പാരിറ്റീവ് അഡ്വാൻസ് ഓർഗനൈസർ. കുട്ടിയുടെ മുന്നറിവുമായി ബന്ധപ്പെടുത്തി എന്താണ് പുതിയ അറിവിനെ താരതമ്യം ചെയ്ത് പഠിപ്പിക്കുന്ന രീതിയാണെന്ത് കമ്പാരിറ്റീവ് അഡ്വാൻസ് ഓർഗനൈസർ. ഇതിൻ്റെ അകത്ത് എന്താണ് ആ വിഷയങ്ങൾ അല്ലെങ്കിൽ ആ അറിവുകൾ തമ്മിലുള്ള സാമ്യത, വ്യത്യാസം എന്നിവയൊക്കെ തന്നെ എന്താണ് ഉൾപ്പെടുത്തണം. രണ്ടാമത്തെ എക്സ്പോസിറ്ററി അഡ്വാൻസ് ഓർഗനൈസർ ആണ്. അതെന്തായിരിക്കും, കുട്ടികളെ ഒരു പുതിയ കാര്യം പഠിപ്പിക്കുമ്പോഴെന്താണ് കുട്ടികൾക്ക് അറിയാവുന്ന ഉദാഹരണങ്ങൾ നൽകിക്കൊണ്ട് പഠിപ്പിക്കുക എന്നതാണെന്ത് എക്സ്പോസിറ്ററി അഡ്വാൻസ് ഓർഗനൈസർ എന്നത്. മൂന്നാമത്തത് നറേറ്റീവ് അഡ്വാൻസ് ഓർഗനൈസർ ആണ്. അതെന്ന് പറയുമ്പോൾ എന്താണ് ആ പേരിൽ തന്നെ ഉണ്ട്, എന്തായിരിക്കും കഥകളായിരിക്കും അല്ലേ. അപ്പം കഥകൾ പറഞ്ഞു നൽകിക്കൊണ്ട് അല്ലെങ്കിൽ കഥകൾ പറഞ്ഞ് അതിലൂടെ ആശയങ്ങൾ
കുട്ടികളെ പഠിപ്പിക്കുന്ന രീതി, അല്ലെങ്കിൽ എന്താണ് പാഠഭാഗത്തെ തന്നെ എന്താണ് ഒരു കഥാരൂപേണ കുട്ടികളിലേക്ക് അവതരിപ്പിക്കുക എന്നതാണ് എന്ത് നറേറ്റീവ് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത്. ഏറ്റവും ലാസ്റ്റത്തെയാണ് ഗ്രാഫിക്കൽ അഡ്വാൻസ് ഓർഗനൈസർ. ഇതെന്ന് പറയുന്നത് കുട്ടികളെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും ഗ്രാഫുകളും ഒക്കെ തന്നെ കാണിച്ചുകൊണ്ട് പഠിപ്പിക്കുക എന്നതാണ് എന്ത് ഗ്രാഫിക്കൽ അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തത്തിലൊന്ന് പറയുകയാണെങ്കിൽ ഡേവിഡ് പോൾ ഒസുബൽ കൊണ്ടുവന്ന തിയറി ഏതാണ്? സബ്സംബിഷൻ തിയറിയാണ്. അതിൻ്റെ മറ്റു പേരുകൾ ഏതൊക്കെയാണ്? മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് തിയറി, റിസപ്ഷൻ തിയറി. ഈ തിയറിയിൽ എന്താണ് പറയുന്നത്? കൊഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് പുതിയൊരു നോളജിനെ ആഴത്തിൽ കൂട്ടിച്ചേർക്കുന്നു. ആ കൂട്ടിച്ചേർക്കപ്പെടുന്ന നോളജ് കൂടുതൽ കാലം ഓർമ്മയിൽ നിലനിൽക്കുന്നു എന്നതാണ്. ഇതിനകത്ത് എന്താണ് ലേണിങ്ങിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് എന്നും റോട്ട് ലേണിംഗ് എന്നും. സബ്മിഷനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഡെറിവേറ്റീവ് സബ്സബ്മിഷൻ, കോറിലേറ്റീവ് സബ്സബ്മിഷൻ, സൂപ്പർ ഓർഡിനേറ്റീവ് ലേണിംഗ്, കോമ്പിനേഷണൽ ലേണിംഗ്. പിന്നീട് നമ്മൾ പറഞ്ഞു ഒരു ടൂൾ ഉണ്ട്. ആ ടൂൾ ഏതാണ്? അഡ്വാൻസ് ഓർഗനൈസർ. അഡ്വാൻസ് ഓർഗനൈസർ എത്ര തരമുണ്ട്? 4 തരമുണ്ട്. ഏതൊക്കെയാ? കമ്പാരിറ്റീവ് അഡ്വാൻസ് ഓർഗനൈസർ, എക്സ്പോസിറ്ററി അഡ്വാൻസ് ഓർഗനൈസർ, നറേറ്റീവ് അഡ്വാൻസ് ഓർഗനൈസർ, ഗ്രാഫിക്കൽ അഡ്വാൻസ് ഓർഗനൈസർ. താങ്ക് യു.